السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ്യ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഓരോരോ മജ്ലിസ് എടുത്തു നോക്കിയാലും അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്തു നോക്കിയാൽ ധാരാളം ദുആ വസിയത്തുകളാണ്. പല മുറാദുകൾ പറഞ്ഞുകൊണ്ട്, പല ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട്, പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, പല വേവലാതിയും ബുദ്ധിമുട്ടുകളും പറഞ്ഞുകൊണ്ട് വസിയത്തുകൾ അറിയിച്ചവർ റഹ്മുർ റഹീമീനായ അല്ലാഹ് അവരെ ഹലാലായ മുറാദുകളെ നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂർണ്ണീച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് ഖൈറിൻ്റെ കവാടങ്ങൾ അല്ലാഹ് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹ്. ഷർറിൻ്റെ കവാടങ്ങൾ നീ തട്ടി അടക്കണേ അല്ലാഹ്. നീ കൊട്ടി അടക്കണേ അല്ലാഹ്. നീ കൊട്ടി അടക്കണേ തമ്പുരാനെ. ഈ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവർ, ഇതിൻ്റെ മുഹിബ്ബീങ്ങള്, ഇതിൻ്റെ ഹാദിമീങ്ങള്, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ, അല്ലാഹുവേ ഒരു നിലക്കും നീ കയക്കല്ലോ അല്ലാഹ്. നീ തക്കതായ പ്രതിഫലം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇരു വീട്ടിലും അല്ലാഹുവേ അവർക്ക് നീ വിജയം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവർക്ക് നീ വിജയം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പരാജിതരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. പരാജിതരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ. ഈ മജ്ലിസ് സ്ഥിരമായി വീക്ഷിക്കുന്നവര്, ദുആ മജ്ലിസിൽ ഇരിക്കുന്നവര്, ദിക്റുകൾ ചൊല്ലുന്നവര്, അല്ലാഹുവേ നീ തളർത്തല്ലേ അല്ലാഹ്. എന്തോ പ്രയാസങ്ങളുണ്ടെങ്കിലും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. മാറാത്ത രോഗങ്ങളല്ലാഹ് നീ കൊടുക്കല്ലോ അല്ലാഹ്. ഭയാനകരമായ രോഗങ്ങളല്ലാഹ് നീ കൊടുക്കല്ല തമ്പുരാനെ. നീ കൊടുക്കല്ല അല്ലാഹ്. റഹ്മുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ കടക്കാൻ പോകുന്നത് നമ്മളെ മജ്ലിസ് ദിക്ർ ദുആഇന്റെ മജ്ലിസാണ്. ദിക്ർ ദുആഇന്റെ മജ്ലിസാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ്. ധാരാളം ദിക്റുകളും ധാരാളം ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെല്ലേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പല പ്രയാസങ്ങളിൽ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര്, അല്ലാഹുവേ റഹ്മുർ റഹീമീനായ തമ്പുരാനെ അവരെ പ്രയാസങ്ങൾ നീ തീർത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഐശ്വര്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നമ്മളെ മജ്ലിസ് സ്ഥിരമായി വീക്ഷിക്കുന്ന പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അല്ലാഹുവേ എന്തുദ്ദേശം വെച്ചിട്ടാണോ ഈ മജ്ലിസിൽ ഇരിക്കുന്നത് അല്ലാഹ് അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ധാരാളം മുറാദുകളുള്ളവരുണ്ട് അല്ലാഹ്. മുറാദുകൾ നീ ഹസിലാക്കണേ അല്ലാഹ്. പല മുറാദുകൾക്ക് പറ്റിയ ദിക്റുകൾ, ജീവിതത്തിൽ വലിയ വിജയമുണ്ടാവാനുള്ള ദിക്റുകൾ, ദുആകള് ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ദിക്റുകൾ ചൊല്ലി ദുആയും ചെയ്ത് ഇൻഷാ അല്ലാഹ് പിരിയണം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലൊന്നും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വലിയ അത്ഭുതകരമായ ദിക്റുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ചൊല്ലി 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 ഇൻഷാ അല്ലാഹ് എല്ലാതും ഒരു 11 പ്രാവശ്യം, കൂടുതലൊന്നുമില്ല, ഒരു 11 പ്രാവശ്യം ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, കഴിഞ്ഞ മജ്ലിസിലും പറഞ്ഞതുപോലെ, ഇതാണ് എൻ്റെ മുത്തുമിനിങ്ങളെ നമ്മുടെ നിധാനം. നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകൾ തീരാൻ ഈ ദിക്റുകൾ
ചൊല്ലി അത്ഭുതകരമായിട്ടുള്ള ദിക്റാണ് നമ്മൾ മജ്ലിസിൽ ചൊല്ലാൻ പോകുന്നത്. അത് കഴിഞ്ഞാലുള്ള ദുആ, അതിലൊന്ന് പങ്കെടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ 2-3 ആളുകളായിരിക്കും കാണുന്നത്. പല ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകളാണ് നമ്മളെ മജ്ലിസ് വീക്ഷിക്കുന്നത്. 100 കണക്കിന് ആളുകൾ, 1000 ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മളെ മജ്ലിസ് വീക്ഷിക്കുന്നത്. അതിലൊരു ആബിദായ അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരാൾ ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ, ധാരാളം ആളുകൾ ഉണ്ടാകും. അതിലൊരാൾ ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇരുത്ത മുതലായില്ലേ, ഈ മജ്ലിസിൽ ഇരുത്ത മുതലായില്ലേ, കുറച്ച് സമയമല്ലേ ഉള്ളൂ, കൂടുതൽ സമയമൊന്നും നമ്മൾ ഇരുത്തുന്നില്ലല്ലോ. കുറച്ച് സമയം ഇരുന്ന് ആ ദിക്റുകൾ എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലി ആ ദുആയിലൊന്ന് പങ്കെടുത്താൽ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടാവും, വല്ലാത്തൊരു സമാധാനം ഉണ്ടാവും. എന്തോ വലിയ ഭാരം നീ ഇറക്കി വെച്ചതുപോലെ ഉണ്ടാവും, എന്തോ വലിയൊരു ഭാരം നീ ഇറക്കി വെച്ചതുപോലെ ഉണ്ടാവും. മനസ്സിന് വലിയ റാഹത്ത് ലഭിക്കുന്ന ദിക്റുകളാണ് നമ്മൾ മജ്ലിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. പവിത്രമാക്കപ്പെട്ട രാവുകളാണ്, പവിത്രമാക്കപ്പെട്ട ദിനങ്ങളാണ്, പവിത്രമായ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ റമളാനാണ് നമ്മളിലേക്ക് സമാഗതമായി വരുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൽ പ്രധാനപ്പെട്ട ദുആകളും, ഒരു ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദുആഉ സിലാഉൽ മുഅ്മിൻ, മുഅ്മിന്റെ ആയുധമാണോ ദുആ. വേണം, ദുആ വേണം. മുഅ്മിന്റെ പരിചയമാണ്, ആയുധമാണ് ദുആ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദുആഉം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയണം. രോഗികളുണ്ട്, നമ്മൾ കമൻറ്റ് ബോക്സ് വായിക്കുന്നതാണ്. പല ജാതി രോഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, മാരകമായ ക്യാൻസർ രോഗമുള്ള ആളുകൾ, മാരകമായ ട്യൂമറുള്ള ആളുകൾ, മാരകമായ അറ്റാക്ക് ഉള്ള ആളുകൾ, അറ്റാക്കിൻ്റെ അതിൻ്റെ ബ്ലോക്കിൻ്റെ സർജറി കഴിഞ്ഞ ആളുകൾ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഡയാലിസിസ് രോഗികൾ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്. കിഡ്നി സംബന്ധമായ രോഗികൾ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്. ലിവർ സംബന്ധമായ രോഗികൾ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. ഹൃദയ സംബന്ധമായ രോഗികൾ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. വയർ സംബന്ധമായ രോഗികൾ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. ധാരാളം ദുആ വസിയത്തുകളുണ്ട്, ദുആ വസിയത്തുകളുണ്ട്. തങ്ങളെ ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. മാരകമായ രോഗങ്ങളില്ലാതിരിക്കാൻ ഒരു വേദനയുണ്ട്, കൈലയിൽ ഒരു വേദനയുണ്ട്. തങ്ങൾ മാരകമായ രോഗങ്ങളൊന്നുമില്ല നിങ്ങൾ ദുആ ചെയ്യണേ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ആ സഹോദരിക്ക് അല്ലാഹ് മാരകമായ രോഗങ്ങൾ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ പല ഭാഗങ്ങളിൽ നിന്ന്. ഞാൻ കഴിഞ്ഞ മജ്ലിസിൽ പറഞ്ഞതുപോലെ ഒരു സഹോദരി, എറണാകുളത്തുള്ള സഹോദരി മജ്ലിസിലിരിക്കും, എല്ലാ മജ്ലിസിലിരിക്കും. നമ്മളെ മജ്ലിസിലുള്ള ദിക്റുകളൊക്കെ ചൊല്ലി ആ ദുആയിലും പങ്കെടുക്കും. ആ നിയ്യത്ത് വെച്ചതാണ്. കാരണം വയറ്റത്തൊരു മുഴയുണ്ടായിരുന്നു, അത് ഓപ്പറേഷൻ ഒന്നുമില്ലാതെ റാഹത്തായി തീരാൻ തങ്ങളെ മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. മിനിയാന്നാണ് ആ സഹോദരി വിളിച്ചത്. കഴിഞ്ഞ മജ്ലിസ് എടുക്കുന്നതിന് 2 ദിവസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞത് അൽഹംദുലില്ലാ അതിന്റെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു, 2ാം ഘട്ട സ്കാനിങ് കഴിഞ്ഞു, അത് നീങ്ങിയിട്ടുണ്ട്, അത് നീങ്ങുന്നുണ്ട് എന്ന സഹോദരി വിളിച്ചു പറഞ്ഞ സന്തോഷ വാർത്ത. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ, ധാരാളം ക്യാൻസർ രോഗം മാറിയത്, വലിയ പ്രയാസങ്ങൾ മാറിയത്, ബുദ്ധിമുട്ടുകൾ മാറിയത്, മാരകമായ രോഗങ്ങൾ മാറിയത്, ശിഫയായത്, പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങിയത് നമ്മളെ മജ്ലിസിൽ ഇരുന്നത് കൊണ്ടാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അങ്ങനെയുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ദിക്റുകളാണ് നമ്മളെ മജ്ലിസിൽ പറയുന്നത്. നമ്മളെ മജ്ലിസിൽ പറയുന്നത് വലിയ നെരുക്കത്തിലാണെങ്കിൽ നമ്മൾ പറയുന്ന ദിക്റുകൾ ചൊല്ലി ആ ദുആയിൽ പങ്കെടുത്താൽ അതിൻ്റെ ത്വരീഖ് അല്ലാഹു തുറന്നിട്ട് നൽകും. ഞാൻ കഴിഞ്ഞ മജ്ലിസിൽ പറഞ്ഞതുപോലെ എവിടുന്നറിയില്ല, എവിടുന്നറിയില്ല, അതിനുള്ള റാഹത്തായി, കാര്യം റാഹത്തായി, കടങ്ങൾ വീടി, കടങ്ങൾ വീടി പടച്ചോനായിട്ടാണ് അവൻ എന്നെ എൻ്റെ മുന്നിൽ എത്തിച്ചത്. നമ്മൾ പറയാറില്ലേ എന്താ കാരണം, എന്താണ് എൻ്റെ മുത്തുമിനീങ്ങളെ കാരണം, എന്താണ് അതിന്റെ നിദാനം, എന്താണ്? നീ പൊട്ടിക്കരഞ്ഞ് ദുആയിൽ പങ്കെടുത്തില്ലേ, നീ പൊട്ടിക്കരഞ്ഞ് ദുആയിൽ പങ്കെടുത്തില്ലേ, ദിക്റുകൾ ചൊല്ലിയില്ലേ, മജ്ലിസിൽ ഇരുന്നില്ലേ, അതുകൊണ്ടാണ് എൻ്റെ മുത്തുമിനീങ്ങളെ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ചൊല്ലിക്കോ. ഓരോരോ ദിക്റുകൾ ഇഖ്ലാസോടുകൂടി ചൊല്ല്, ഇഖ്ലാസോടുകൂടി ചൊല്ല്. അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കുന്നതിന് മുമ്പ് പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ മജ്ലിസിലേക്ക് സ്ഥിരമായി ബന്ധപ്പെടുന്നത്.
പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, വേവലാതികൾ പറഞ്ഞുകൊണ്ട്, എടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട്, പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസെപ്റ്റിങ്ങിനായി എത്തുന്നവര്, റഹ്മുർ-റഹീമീനായ അല്ലാഹ് അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങിയ ആളുകൾ, വിവാഹ തടസ്സങ്ങൾ നീങ്ങിയ ആളുകള്, ജോലി തടസ്സങ്ങൾ നീങ്ങി ഹൈറായ ജോലി അടുത്ത ആളുകള്, വിവാഹങ്ങൾ റെഡിയായ ആളുകൾ, അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാഹ്, നീ നിലനിർത്തണേ തമ്പുരാനെ. അങ്ങനെ പ്രയാസങ്ങൾ മാറിയ ആളുകൾ, അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാഹ്, നീ നിലനിർത്തണേ അല്ലാഹ്, ഖിയാമം വരെ നീ നിലനിർത്തണേ അല്ലാഹ്. മജ്ലിസിന് അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നത്, ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിംഗ് ഉള്ളത്? ഇനി വരുന്ന ശനിയാഴ്ചയാണ് അടുത്ത കൺസൾട്ടിംഗ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞ് ഈ ഇമ്മരപ്പടിയിലേക്ക് സമീപിക്കുന്ന ആൾ, അല്ലാഹുവേ അവരെ പ്രയാസങ്ങളെയും അവരെ ബുദ്ധിമുട്ടുകളെയും അവരെ വേവലാതികളെയും അവരെ ഇടങ്ങേറുകളെയും പൈശാചികമായ ഉപദ്രവങ്ങളെയും നീ തീർത്ത് അവർക്ക് സലാമത്ത് നീ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അവരെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് കൊടുക്കണേ അല്ലാഹ്. സിഹറിന്റെ പ്രയാസത്തിൽ ധാരാളം വർഷക്കാലമായി തങ്ങളെ പ്രയാസം അനുഭവിക്കുന്നു അല്ലാഹ്, നീ ഇബ്താൽ ചെയ്യണേ അല്ലാഹ്, ഇബ്താലിയത്ത് നീ ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം, ദിക്റിന്റെയും ദുആഇന്റെയും മജ്ലിസിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിൽ ചൊല്ലുന്നത് ശഅബാൻ അവസാനിച്ച് റമളാൻ നമ്മളിലേക്ക് അടുക്കുമ്പോൾ മഹാന്മാർ ചൊല്ലാൻ പറഞ്ഞ ദിക്ർ, റമളാനിനെ എത്രയും പെട്ടെന്ന് അടുപ്പിക്കാൻ, റമളാനിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ അടുക്കാൻ വേണ്ടി മഹാന്മാർ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ ദിക്ർ, നമ്മോട് കൽപ്പിച്ച ദിക്ർ ഏതാണ്? ആ ദിക്ർ എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ചൊല്ല്, 11 പ്രാവശ്യം ചൊല്ല്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, 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 യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക أستغيث يا حي يا قيوم برحمتك 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 أستغيث الرحمن الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ, ധാരാളം ദിക്റുകൾ ചൊല്ലാൻ, ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ, ധാരാളം ഖത്മുകൾ പൂർത്തീകരിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നീ നൽകണേ അല്ലാഹ്, ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. ഈ ശഅബാനിനെ ഒടുക്കത്തെ ശഅബാനാക്കി ഞങ്ങൾ നീ മാറ്റല്ലേ അല്ലാഹ്. ഇനിയും ധാരാളം മാസങ്ങൾ, ധാരാളം ശഅബാൻ മാസം ഞങ്ങളിലേക്ക് കടന്നു വരാനും, ധാരാളം ഇബാദത്തുകൾ ചൊല്ലാനും ചെയ്യാനും, ധാരാളം ദിക്റുകൾ ചൊല്ലാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ, ഈ ദിക്ർ നീ എന്തുദ്ദേശം
ഉദ്ദേശം വെച്ചിട്ടാണോ, ഒരു ഉദ്ദേശം നീ മനസ്സിൽ കരുത്. ഇപ്പൊ തന്നെ കരുത്, ഇപ്പൊ തന്നെ കരുത്. എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നീ ചൊല്ല്. കണ്ണടക്ക്, കണ്ണടക്ക്. എന്നിട്ടൊരു ഉദ്ദേശം നീ കരുത്. കരുതിക്കൊണ്ട് കരുത്. എന്നിട്ട് വലതു കൈ ഇടത് ഭാഗത്തെ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച്, വലത് കൈ ഉണ്ടല്ലോ എൻ്റെ വലത് കൈ, ആ വലത് കൈ കാണിക്ക്. എന്നിട്ട് ഇടത്തെ നെഞ്ചിൽ നീ വെക്ക്. ആ ഉദ്ദേശം കരുത്. എന്നിട്ട് നീ ചൊല്ല് ഒരു 11 പ്രാവശ്യം, ഒരു 11 പ്രാവശ്യം നീ ചൊല്ല്. എന്താണ് ചൊല്ലേണ്ടത്? യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം, 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 യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം. അർഹമുർ റഹീമിനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങളെ ഉദ്ദേശങ്ങളെ നീ പൂർണ്ണീച്ചു നൽകണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിൽ കരുതിയ, ഞങ്ങളെ മനസ്സിൽ കണ്ട ഉദ്ദേശമുണ്ടല്ലോ അല്ലാഹ്, നീ പൂർണ്ണീച്ചു നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് നരക്കങ്ങൾ നൽകല്ലേ അല്ലാഹ്, കടങ്ങൾ നൽകല്ലേ അല്ലാഹ്. ഉള്ളവർക്ക് എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ തീർത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങളെ നീ ശിഫാ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. അടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ് ഒരു ദുആ ആണ്, ഒരു ദുആ ആണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ നിഅമത്തുകൾ ലഭിക്കാൻ, നിഅമത്തുകൾ ലഭിക്കാൻ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു. ഇരുകരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് നീ ചോദിക്ക്, നീ ചോദിക്ക്. അല്ലാഹു നിനക്ക് നിഅമത്ത് നൽകും. വീടില്ലാത്തവരാണോ, ഹൈറായ വീട് നീ നിനക്ക് അല്ലാഹു നൽകും. അതിനുള്ള ഭൂമിയില്ല തങ്ങളെ, ഒരു ഭൂമിക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നീ തേട്. അതിലൊരു ഹൈറായ ഒരു ഭവനം ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. നീ ചൊല്ല്. മകന്റെ കല്യാണം റെഡിയാകുന്നില്ലേ, നീ ചൊല്ലി നോക്ക്, നീ ചൊല്ലി നോക്ക്. മകന്റെ ജോലി റെഡിയാകുന്നില്ലേ, ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്, നിങ്ങൾ ചൊല്ലി നോക്ക്. അല്ലാഹു അതിന്റെ മാർഗങ്ങൾ റെഡിയാക്കി തരും, അല്ലാഹു അതിന്റെ മാർഗങ്ങൾ കാണിച്ചു തരും. തടസ്സങ്ങളുണ്ടോ, അല്ലാഹു തടസ്സങ്ങൾ നീക്കും, തടസ്സങ്ങൾ നീക്കും ഇൻഷാ അല്ലാഹ്. എൻ്റെ കൂടെ ചൊല്ല്, എൻ്റെ കൂടെ ചൊല്ല്. അല്ലാഹുമ്മ ഇഫ്തഹ് ലനാ അബ്വാബൽ ഖൈരി വഅബ്വാബൽ ബർകതി വഅബ്വാബൽ ഇസ്സതി വഅബ്വാബസ് സലാമ. അല്ലാഹുമ്മ ഇഫ്തഹ് ലനാ അബ്വാബൽ ഖൈരി വഅബ്വാബൽ ബർകതി വഅബ്വാബൽ ഇസ്സതി വഅബ്വാബസ് സലാമ. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. اللهم افتح لنا أبواب الخير
وأبواب البركة وأبواب العزة وأبواب السلامة. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ കരുണക്കടലായ തമ്പുരാനെ ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ധാരാളം നിഅമത്തുകൾ അല്ലാഹ് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിന് മനസ്സമാധാനം നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ റാഹത്ത് നൽകണേ അല്ലാഹ്. ഐശ്വര്യം നീ നിറക്കണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ വീട്ടി നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് പൈശാചികമായ ഉപദ്രവങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മക്രീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ളാലിമീങ്ങളെ ളൽമിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ചതിയന്മാരെ ചതിയെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത് മരിക്കുന്ന സമയത്ത് ഈമാൻ ലഭിക്കാൻ ഹുസ്നുൽ ഖാതിമവാൻ. മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടിയുള്ള മരണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടിയുള്ള മരണം ലഭിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂകി മരണം ലഭിക്കാൻ, അതുപോലെയുള്ള മരണം ലഭിക്കാൻ, പുഞ്ചിരിച്ച് മരിക്കാൻ, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല് ഈ ദിക്റിനെ ചൊല്ല്. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം ഇത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം ഇത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം ഇത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം ഇത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ കരുണക്കടലായ തമ്പുരാനെ ഞങ്ങളെ ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലി ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാൻ നിർവടിയാക്കണേ അല്ലാഹ്. ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. പെടുന്നനെയുള്ള മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഈമാൻ നിർവടിയാക്കണേ അല്ലാഹ്. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്.
ഇൻഷാ അല്ലാഹ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന ദിക്ർ 30-ലധികം മലക്കുകൾ ആരെയ്തുമാദ്യം എന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ എത്തിക്കുമെന്ന വിഷയത്തിൽ തർക്കമുണ്ടായ ദിക്ർ. അപ്പൊ ഞാൻ മഹത്വങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്റാണ്, അത്ഭുതങ്ങളുടെ കലവറയായ ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസിലിരുന്നു ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലണേ. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലണേ, ഏറ്റു ചൊല്ലാം. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്, എന്നിട്ട് നിങ്ങൾ ഏറ്റു ചൊല്ല്. ഞാൻ ചൊല്ലാം, എന്നിട്ട് നിങ്ങൾ ഏറ്റു ചൊല്ല്. ربنا لك الحمد حمدا كثيرا طيبا مباركا فيه. 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 أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ ദിക്റിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ നീ ഹസിലാക്കി നൽകണേ അല്ലാഹ്, ഞങ്ങളെ ഉദ്ദേശങ്ങൾ നീ പൂവണിയിച്ച് നൽകണേ അല്ലാഹ്, ഞങ്ങളെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഇടങ്ങേറുകളെയും നീ തീർത്ത് ഞങ്ങൾക്ക് മനസ്സമാധാനം നൽകണേ അല്ലാഹ്, ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ സമ്പത്തിൽ സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാല നൽകണേ അല്ലാഹ്, ഞങ്ങളെ ജോലിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, ഞങ്ങളെ കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, ഞങ്ങളെ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. എൻ്റെ പ്രവാസികളുണ്ട് അല്ലാഹ്, പ്രവാസികളെ കൊയക്കല്ലേ അല്ലാഹ്, പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാഹ്, പ്രയാസകരമാക്കല്ല തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നീ നൽകണേ അല്ലാഹ്, അഭിമാനം നീ നൽകണേ അല്ലാഹ്. മറ്റുള്ളവന്റെ മുന്നിൽ പോയി കൈ നീട്ടേണ്ടി വരുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ദുആയിൽ പങ്കെടുക്കുന്ന ഈ ദിക്ർ ദുആഇന്റെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആർക്കും അത്തരം പ്രയാസം നീ കൊടുക്കല്ലേ അല്ലാഹ്, അത്തരം ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അത്തരം ഇടങ്ങേറുകൾ നീ കൊടുക്കല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ടുള്ള ദിക്ർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുകൂഇലും സുജൂദിലും ധാരാളമായി ചൊല്ലിയ ദിക്ർ. ഈ ദിക്റെങ്ങാനും ഒരാൾ ചൊല്ലിയാൽ അവൻ്റെ എന്ത് ആഗ്രഹങ്ങളും അല്ലാഹു സാധിപ്പിച്ചു നൽകും, എന്ത് മുറാദുണ്ടെങ്കിലും അത് അല്ലാഹു നടത്തി നൽകും, അത് അല്ലാഹു നടത്തി തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ ദിക്ർ, അവിടുന്ന് ചൊല്ലിയ ദിക്ർ. ദിക്ർ ഏതാണ്? ദിക്ർ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, 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 സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്.
അർഹമുറാഹിമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ കരുണക്കടനായ തമ്പുരാനെ, ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അർഹമുറാഹിമീനായ അല്ലാഹ്, ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട് അല്ലാഹ്, ദുആഇന് ആമീൻ പറയുന്നവരുണ്ട് അല്ലാഹ്, ദിക്റുകൾ ചൊല്ലി തീർത്തവരുണ്ട് അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ആർക്കും ഒരു പ്രയാസങ്ങൾ നീ കൊടുക്കല്ലേ അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്, ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവർക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് തീർത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് മനസ്സമാധാനം നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇസ്സത്ത് നൽകണേ അല്ലാഹ്, അഭിമാനം നീ നൽകണേ അല്ലാഹ്, അഭിമാനം നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ്, നീ വിജയം നൽകണേ അല്ലാഹ്, നീ വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാഹ്, നീ കാവല് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ സകലമാന ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. കരുണക്കടലായ തമ്പുരാനെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഭാര്യമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാർ നന്നാക്കണേ അല്ലാഹ്, അവർക്ക് ഹൈറായ ജോലി പ്രദാനം ചെയ്യണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അതിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, അതിൽ സാലറിയിൽ വർധനവ് നീ നൽകണേ അല്ലാഹ്. അതിൽ പ്രയാസങ്ങൾ നീ നൽകല്ലേ അല്ലാഹ്, ജോലി തടസ്സങ്ങളോ പ്രയാസങ്ങളോ നീ നൽകല്ലേ അല്ലാഹ്. മക്കളുടെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. നാടിനും വീടിനും വീട്ടുകാർക്കും കുടുംബത്തിനും ഉപകരിക്കുന്ന നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ്, നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ്, നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്, നീ മാറ്റല്ലേ അല്ലാഹ്. മക്കളുടെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട അവസ്ഥ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഒരു ഉമ്മാക്കും ഒരു ഉപ്പാക്കും നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. മക്കളുടെ ജോലി പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹ് റഹ്മുറാഹിമീനായ അല്ലാഹ്, ജോലി ഒരു ഹൈറായ ജോലി നീ നൽകണേ അല്ലാഹ്, ജോലി അടുപ്പിക്കണേ അല്ലാഹ്. ജോലിയിൽ പ്രയാസമുള്ളവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, തടസ്സങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ജോലിയിൽ ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാഹ്, സാലറിയിൽ അഭിവൃദ്ധി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മക്കളുടെ വിവാഹ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ഒരു വീടില്ല തങ്ങളെ, വീടിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഒരു ഖൈറായ ഒരു മസ്കൻ, ഒരു ഭവനം നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്. അതിനുള്ള ഭൂമിയില്ല തങ്ങളെ, ദുആ ചെയ്യണേ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഖൈറായ ഭൂമി നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്, നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. അല്ലാഹ് നീ സന്താന ഭാഗ്യം നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്, സന്താന ഭാഗ്യം നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധിതനായി ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, നീ മൗത്താക്കല്ല തമ്പുരാനെ. അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്
ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹ് എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണം അല്ലാഹ്, സന്തോഷത്തിലാക്കി കൊടുക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നൽകല്ല അല്ലാഹ്, ഇടങ്ങേറുകൾ നീ നൽകല്ല തമ്പുരാനെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നിത്യരോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, ഊര സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, മുട്ട് സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, കാല് സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, ലിവർ സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, വയറ് സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, സ്ഥല സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, ചെവി സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, കണ്ണ് സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, ശരീരത്തിലെ ഒരു അവയവത്തിലും ഞങ്ങൾക്ക് രോഗം നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല അല്ലാഹ്. ഉള്ളവർക്ക് ആജിലായ കാമിലായ ശിഫാ നീ നൽകണേ അല്ലാഹ്, നീ ശിഫാ നീ നൽകണേ അല്ലാഹ്. നീയാണ് ഷാഫി തമ്പുരാനെ, നീ ശിഫാ നീ നൽകണേ അല്ലാഹ്, നീ ശിഫാ നൽകണേ അല്ലാഹ്. പൈപ്പെട്ട് ഭക്ഷണത്തിന് പൈപ്പെട്ട് കാഷ്ടത്തിന് പൈപ്പെട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അവസ്ഥ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, അത്തരം അവസ്ഥ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലോ അല്ലാഹ്, അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലോ അല്ലാഹ്. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ്, നീ വിജയം നീ നൽകണേ അല്ലാഹ്, നീ വിജയം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു കോട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാഹ്, നീ ഞങ്ങളല്ലാ കൈവടിയില്ല അല്ലാഹ്, നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്, നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമർ റഹീമീനായ തമ്പുരാനെ, ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാഹ്, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാഹ്. പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കി മാറ്റല്ല അല്ലാഹ്, പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കി മാറ്റല്ല അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ എൻ്റെ പ്രവാസിക്ക് കൊടുക്കല്ല അല്ലാഹ്, എൻ്റെ പ്രവാസികൾക്ക് കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന പ്രവാസികൾ, ഞങ്ങളുമായി സഹായിക്കുന്ന പ്രവാസികൾ, സഹകരിക്കുന്ന പ്രവാസികൾ, ഈ മജ്‌ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന പ്രവാസികൾ അല്ലാഹ് നീ കൊയക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് നൽകല്ല അല്ലാഹ്, അവർക്ക് പ്രയാസങ്ങൾ നൽകല്ല അല്ലാഹ്. നീ അവരെ കാത്തോളണേ അല്ലാഹ്, നീ അവർക്ക് കാവൽ കൊടുക്കണേ അല്ലാഹ്. എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ അർഹമർ റഹീമീനായ അല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ചു കൊടുക്കണം അല്ലാഹ്, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. സാഹിരീങ്ങളെ സിഹ്റിനെത്തൊട്ട് അല്ലാഹ് നീ കാത്ത് സംരക്ഷിക്കണം അല്ലാഹ്. ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണം അല്ലാഹ്, മാക്രീങ്ങളെ മക്രിനെ തൊട്ട് കാക്കണം അല്ലാഹ്, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണം അല്ലാഹ്, ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണം അല്ലാഹ്, ഐനീങ്ങളെ എന്നെ തൊട്ട് കാക്കണം അല്ലാഹ്, ചതിയന്മാരെ ചതിയെ തൊട്ട് കാത്ത് സംരക്ഷിക്കണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ഞങ്ങളെ നീ പരാജിതരിൽ ഉൾപ്പെടുത്തല്ല അല്ലാഹ്, ഉൾപ്പെടുത്തല്ല തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ നിറവടിയാക്കണേ തമ്പുരാനെ. അർഹമർ റഹീമീൻ
റഹ്മാനായ തമ്പുരാനെ, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ല അല്ലാ. നീ മാറ്റല്ല തമ്പുരാനെ, നീ മാറ്റല്ല അല്ലാ. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. ഈ സയ്യിദിയ മജ്ലിസ് കണ്ടിരുന്നവര് ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാ. അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ കബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അല്ലാ, ഒരു വിരിപ്പിനെ നീ വിരിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു കവാടം നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ. നീ തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ ഞങ്ങളെ കുടുംബങ്ങൾ ധാരാളം ആളുകൾ ഇന്ന് ഖബറിലാണ് അല്ലാ. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗ സന്തോഷപൂരിതമാക്കണേ തമ്പുരാനെ. 10 മാസം മുമ്പ് പ്രസവിച്ച് മാറോടണച്ചമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണമല്ലാ. ഉമ്മാന്റെ ഖബറിടം നീ റാഹത്തിലാക്കണമല്ലാ. സ്വർഗ സന്തോഷപൂരിതമാക്കണമല്ലാ. ഉമ്മ ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണമല്ലാ. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെയും ദുആഇനെയും ഉമ്മാന്റെ പൊന്നുമ്മാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഒരു നൂറാനിയത്തായി, ഒരു പ്രകാശമായി നീ എത്തിക്കണേ അല്ലാ. നീ എത്തിക്കണേ അല്ലാ. ഈ സാഅത്ത് മുതൽ അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകളെ തീർത്തു കൊടുക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകളെ തീർത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. നീ ഒരുമിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്ക് പൊറുക്കണേ അല്ലാ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബറിടം കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. നീ വിശാലത നൽകണേ അല്ലാ. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബറിൽ കൂട്ടാളിയാക്കണേ തമ്പുരാൻ. ഉപ്പയെയും ഉമ്മയെയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. നീ ഒരുമിപ്പിക്കണേ അല്ലാ. അത് ഇന്നല്ലെങ്കിൽ നാളെ അതുപോലെ ഞങ്ങളും മൗത്താകുമല്ലോ. ഞങ്ങളെ വീടിന്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടും. അല്ലാഹ് ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാ. ഞങ്ങളെ ജനാസയും ചുമന്ന് വഴിയോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാ. നീ ചേർക്കണേ അല്ലാ. ഊരൊക്കെ മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവള് മണ്ണിനോട് ചേർക്കപ്പെടും. അല്ലാ ഖബറിൽ രക്ഷ നൽകണേ അല്ലാ. ഖബറിൽ രക്ഷ നൽകണേ അല്ലാ. ഖബറിൽ രക്ഷ നൽകണേ അല്ലാ. നിന്റെ മാലാഖന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. നീ വിശാലത നൽകണേ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് ഞങ്ങളെ ഖബറിലേക്ക് നീ വിരിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. നിന്റെ മാലാഖന്മാരുടെ സഹായം ഞങ്ങളെ ഖബറിൽ നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. ഉപ്പാപ്പ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഹുദവി നൽകണേ അല്ലാ. ഹുദവി നൽകണേ അല്ലാ. ഹുദവി നൽകണേ അല്ലാ. ആരംഭപ്പുവായ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. നീ ചേർക്കണേ തമ്പുരാനെ. നിന്റെ സ്വർഗം അല്ലാ ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ ഭയാനകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ. നീ ഹറാമാക്കണേ അല്ലാ. ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന
حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين سبحان ربك. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണും. നമ്മൾ ഈ സയ്യിദിയം മജ്ലിസിൻ്റെ കീഴിൽ 2 ഹറമുകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ അല്ലാഹ് നടത്തുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ, എനിക്കറിയാം ആരും ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല, എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അതിന് റെഡിയായ ആളുകൾ നിങ്ങളെ പരിചയത്തിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയിക്കാം, അല്ലെങ്കിൽ അവരിലേക്ക് ഇൻഷാ അല്ലാഹ് എത്തിച്ചു കൊടുക്കുക. എല്ലാം കൊണ്ട് നിങ്ങൾക്ക് റാഹത്താണ്, എല്ലാം കൊണ്ട് നിങ്ങൾക്ക് റാഹത്താണ്. നിങ്ങൾക്ക് അതിൻ്റെ ചെലവ് നോക്കിയാലും, അതിൻ്റെ സൗകര്യങ്ങൾ നോക്കിയാലും, റൂം നോക്കിയാലും, ഭക്ഷണങ്ങൾ നോക്കിയാലും, ധാരാളം ചരിത്ര പ്രസിദ്ധമായ ഇടങ്ങൾ നമ്മളെ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ റാഹത്തായ രീതിയിലാണ് ഇൻഷാ അല്ലാഹ് യാത്ര പുറപ്പെടുന്നത്. താല്പര്യമുള്ള ആളുകൾ ആ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത്, സീറ്റുകൾ പരിമിതമാണ്, ഇൻഷാ അല്ലാഹ് ഉറപ്പുവരുത്തുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.